10ാം ക്ലാസ്സുകാരനായ ഷഹബാസിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ മറ്റൊരു വിദ്യാർത്ഥിക്കും പങ്കുണ്ടെന്ന കണ്ടെത്തലിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇൻസ്റ്റാഗ്രാം ചാറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിച്ച ശേഷമായിരിക്കും പോലീസിന്റെ തുടർ നീക്കങ്ങൾ. ഇതോടെ ഷഹബാസ് കൊലപാതകത്തിൽ കസ്റ്റഡിയിലെടുത്തവരുടെ എണ്ണം 6 ആയി. കൂടുതൽ സൈബർ തെളിവുകൾ കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഷഹബാസിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് സന്ദേശങ്ങൾ കൈമാറിയ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ഓൺലൈൻ ചാറ്റുകളെയും ഗ്രൂപ്പ് അഡ്മിന്മാരെയും കുറിച്ച് വിശദമായ വിവരങ്ങൾ തേടും. ഗൂഢാലോചനയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നറിയാനാണ് പോലീസിന്റെ നീക്കം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ വിദ്യാർത്ഥികൾ സംഘർഷത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസെടുത്ത് പ്രതി ചേർക്കാൻ പോലീസ് ആലോചിക്കുന്നുണ്ട്. നഞ്ചക് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കുറ്റാരോപിതരുടെ കൈവശം എങ്ങനെ എത്തിയെന്നതിലും അന്വേഷണം നടക്കുന്നുണ്ട്. രക്ഷിതാക്കളുടെ പ്രേരണ കുറ്റകൃത്യം ചെയ്യുന്നതിലേക്ക് കുട്ടികളെ നയിച്ചോ എന്നതും പരിശോധിക്കും. നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുടെ വീട്ടിൽ നിന്ന് നഞ്ചക്ക് കണ്ടെത്തിയെങ്കിലും ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഇയാൾക്ക് നേരിട്ട് പങ്കുള്ളതായി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പിടിച്ചെടുത്ത ഫോണുകൾ ഉൾപ്പെടെയുള്ളവയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്ന ശേഷമായിരിക്കും അന്വേഷണ സംഘം കേസിൽ കുറ്റപത്രം നൽകുക. സീ മലയാളം ന്യൂസ്, കോഴിക്കോട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.